പശ്ചിമേഷ്യയിലെ റഫയിൽ മരണം മുന്നിൽ കണ്ട് 10 ലക്ഷം പലസ്തീൻകാർ വിറങ്ങലിച്ച് നിൽക്കുന്നുവെന്ന് UN കാരുണ്യ സമിതിയുടെ തലവൻ പറയുന്നു. ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്തിൽ പുനരാരംഭിച്ചു എന്ന നല്ല വാർത്തയും വരുന്നുണ്ട്. റഫേൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പുതിയതായി 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുമ്പോൾ PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹായ്. ഇപ്പോൾ ജെയിംസ് പറയുന്നത് ഞാൻ അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പറയുക. ജെയിംസ് വരുമ്പോൾ തണുത്ത വെള്ളം കുടിച്ചിട്ടിരിക്കുന്നു, ആളുകൾ കസേരയിൽ ഇരിക്കുന്ന ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ ജെയിംസ് വരുന്നു പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായിട്ട് ആളുകൾക്ക് മാറുകയാണോ? അല്ലോ, ഇന്ന് ഓർമ്മ അങ്ങനെ ഓർമ്മിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ സ്കൈൻ? ഇപ്പൊ പ്രണയദിനം. ഇന്ന് പ്രണയദിനമാണ്. പിപിക്ക് അങ്ങനെ വല്ല ചിന്തകളും ഉണ്ടോ പങ്കുവയ്ക്കാൻ? ഈ മറ്റേ പ്രണയം എന്ന് പറയുന്നത് അത് മനുഷ്യരോട് മാത്രമല്ലല്ലോ, ജീവജാലങ്ങളോട്, രാജ്യങ്ങളോടാകാം, എല്ലാത്തിനോടുമുള്ള ജീവിതത്തോടുള്ള ഒരു ആസക്തിയാണല്ലോ പ്രണയം. PP രാജ്യങ്ങളെ പ്രണയിക്കൂ, കാര്യം പറയും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ വിപ്ലവവും അതുപോലെ തന്നെ പ്രണയവും ഒരു കോയിന്റെ, ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് സ്വപ്നം കാണുന്നതൊക്കെ പ്രണയമായിട്ട് കാണാം. ജെയിംസിന് ഈ വാർത്തയിലേക്ക് ഇസ്രായേല് എല്ലാ ലോകരാജ്യങ്ങളുടെയും അഭ്യർത്ഥനയും മുന്നറിയിപ്പൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ റഫേൽ നടത്തിയ ആക്രമണത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതിനിടയിൽ UN ജീവകാരുണ്യ വിഭാഗം തലവൻ ഗ്രിഫിത്സ് നടത്തിയിരിക്കുന്നൊരു മുന്നറിയിപ്പ്, ഈ ഒരു 10 ലക്ഷം പേർ റഫയിൽ ഏതാണ്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അവർ മരണം മുന്നിൽ കണ്ടുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്നുവെന്നാണ് അവിടെ രംഗത്തുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ തലവൻ ഗ്രിഫിത്സ് പറയുന്നത്. കാരണം അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു ഭാഗത്ത് റഫ നിൽക്കുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയിലാണ്. ഈജിപ്തിൽ അവർ ടാങ്കുകളും സൈന്യവും വെച്ച് ഈജിപ്തിലേക്ക് കടക്കാനാവാതെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇപ്പുറത്താണെങ്കിൽ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി ജനത്തെ മുഴുവൻ അളമുട്ടിക്കുന്ന രീതിയിൽ റഫയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 14 ലക്ഷം പേരാണ് ആകെ 1.5 ലക്ഷം 2 ലക്ഷം പേർക്ക് താമസിക്കാവുന്ന ഒരു നഗരത്തിൽ തമ്പടിച്ചിരിക്കുന്ന മുഴുവൻ ടെൻറ്റുകളാണ്. എവിടെ നോക്കിയാലും പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ ഹമാസിൻ്റെ പ്രവർത്തകരുണ്ട്, അവരെ ഞങ്ങൾ കൊന്നൊടുക്കുമെന്ന് പറയുമ്പോൾ ഈ 10 ലക്ഷം പേരോടാണ് ഈ ഭീഷണി നിലനിൽക്കുന്നത്. അതുകൊണ്ട് എവിടെ വേണമെങ്കിൽ ബോംബ് വീഴാം, തലങ്ങും വിലങ്ങും ബോംബിടുകയാണ് ഇസ്രായേൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആര് എപ്പോൾ കൊല്ലപ്പെടുമെന്ന് പറയാൻ പറ്റാത്ത മരണം മുന്നിൽ കണ്ടുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എവിടേക്കോ ഓടി രക്ഷപ്പെടാനില്ല, അവസാനത്തെ തുരുത്തിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വസന്തങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ജീവന് വേണ്ടി ഓടുന്ന മനുഷ്യർ, അതിൻ്റെ ഇടയിൽ അവർക്ക് വിശപ്പിന് കഴിക്കാൻ ഭക്ഷണമില്ല, മരുന്നില്ല, പകർച്ചവ്യാധികൾ പടരുന്നു. ഒരുപക്ഷെ ഇന്ന് ലോകത്തിലെ നരകമുണ്ടെങ്കിൽ അത് ഗസയിലെ റഫയാണ് എന്ന തരത്തിൽ ആണ് കാര്യങ്ങൾ. എന്തായാലും അതിനിടയിൽ ആകെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം, ഈജിപ്തിലെ കെയ്റോയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരുപക്ഷെ അവർ നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും ഖത്തറും അമേരിക്കയും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ചർച്ച പുനരാരംഭിച്ചിരിക്കുന്നു. ബന്ദികളെ വിട്ടയക്കുകയും ഒരു 100 ദിവസത്തിലേറെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലേക്ക് അതിൻ്റെ അടുത്ത് വരെ എത്തിയതാണ്. ഹമാസും അമേരിക്കയും ഒക്കെ സമ്മതിച്ചതാണ്, പക്ഷേ ഇസ്രായേൽ വഴങ്ങിയില്ല. ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ഹമാസിനെ തുരത്താതെ അവർ കീഴടങ്ങാതെ ഇത് പിൻവലിക്കില്ല എന്നുള്ള പിടിവാശിയിൽ നിൽക്കുകയാണ് ഇസ്രായേൽ. അതിൻ്റെ പേരിൽ കൂട്ടക്കുരുതി നടക്കുന്നു. ഈ ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരിക്കുന്ന സ്ലോട്ടർ ആണ് നടക്കാൻ പോകുന്നത്, കൂട്ടക്കുരുതി, കൂട്ടക്കൊലയാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടും ഇതൊന്നും ഇസ്രായേൽ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ ഐക്യരാഷ്ട്രസഭയ്ക്കോ ലോക രാജ്യങ്ങൾക്കോ കഴിയാത്ത വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ എല്ലാവരെയും രോഷാകുലരാക്കുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ജെയിംസെ, ഈ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ നമ്മളെ വല്ലാണ്ട് വേട്ടയാടുമ്പോൾ ജെയിംസിന് സന്തോഷം തോന്നുന്നൊരു കാര്യം പറയാം. CT രതീഷിൻ്റെ ഒരു അഭിപ്രായമാണ്, PP കോട്ട് ഇടുമ്പോൾ ഒരുപാട് പ്രായം തോന്നും, എന്നാൽ ഷർട്ട് ഇടുമ്പോൾ ഒരു 18കാരൻ. ആഹാ, കോട്ടിലൊക്കെ എന്തിരിക്കുന്നു, നമ്മുടെ മനസ്സിലല്ലേ പ്രായം. അതെ, ഉള്ള നമ്പർ എന്നുള്ളതാണ്. ഇനി പാകിസ്ഥാനിലേക്ക് പോകണം. PP അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഷഹബാസ് ഷെരീഫിന് സാധ്യതയേറുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. പ്രത്യേകിച്ച് നവാസ് ഷെരീഫ് ഇക്കാര്യം പ്രഖ്യാപിച്ചു എന്നുകൂടി വാർത്ത വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണല്ലോ ഈ ഷഹബാസ്. പറയൂ വിവരങ്ങൾ. തീർച്ചയായിട്ടും വലിയ വൻ സിംഹങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഭാഗ്യക്കുറി അടിച്ചേക്കാം, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചേക്കാം. അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ നവാസ് ഷെരീഫ് പാകിസ്ഥാന് പുറത്തായിരുന്നപ്പോൾ അവിടുത്തെ ആ പാർട്ടിക്ക്, പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, നവാസിന്
പ്രധാനമന്ത്രി പദം തേടി വന്നപ്പോൾ ഷഹബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രിയായത്. ബിസിനസ്സുകാരനായിട്ടുള്ള നവാസ് ഷെരീഫിൻ്റെ സഹോദരനാണ് ഷഹബാസ്. പിന്നീട് പ്രധാനമന്ത്രി വന്നപ്പോഴാണ് കാവൽ പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോഴാണ് ഷഹബാസ് ഷെരീഫിന് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ വീണ്ടും ലോട്ടറി അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ്. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാവാൻ ശ്രമിച്ചു, പക്ഷേ 75 സീറ്റുകളെ അവരുടെ പാർട്ടിക്കുള്ളൂ. 133 സീറ്റ് വേണം. ബിലാവൽ ഭൂട്ടോയുടെ PPP ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണെങ്കിലും നവാസ് ഷെരീഫിനെ സഹിക്കാൻ അവർ തയ്യാറല്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു കോംപ്രമൈസ് ഫോർമുലയായിട്ട് നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫിൻ്റെ പേര് തന്നെ നവാസ് ഷെരീഫ് മുന്നോട്ട് വെച്ചിരുന്നു. അത് ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. നവാസ് ഷെരീഫ് 3 തവണ പ്രധാനമന്ത്രിയായിരുന്നു, ഷഹബാസ് ഷെരീഫ് 1 തവണയാണ് പ്രധാനമന്ത്രി ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി തയ്യാറാവുമെന്നാണ് പറയുന്നത്. ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി മന്ത്രിസഭയിൽ ചേരില്ല. കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിദേശകാര്യമന്ത്രിയായി താൻ ബിലാവൽ ഭൂട്ടോ ചേർന്നപ്പോൾ തനിക്ക് വലിയ ഗുണകരമായ അല്ലെങ്കിൽ ഒട്ടും അനുകൂലമായ നിലപാടല്ല ഈ നവാസ് ഷെരീഫിൻ്റെ പാർട്ടി സ്വീകരിച്ചത്. അതുകൊണ്ട് താൻ ചേരുന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ വിശാല താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രിയായിട്ട് പിന്തുണയ്ക്കാം. പക്ഷെ അതിൽ വേറൊരു അറേഞ്ച്മെൻറ്റ് കൂടിയുണ്ട്. ഒരു പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് ബിലാവൽ ഭൂട്ടോയുടെ പിതാവ് സർദാരിയാണ്. സർദാരി ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ്. അവർ നേരത്തെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഇരുന്ന ആളാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്കുള്ളൊരു കോംപ്രമൈസ് കൂടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇമ്രാൻഖാൻ്റെ പാർട്ടി SKN പ്രതിപക്ഷത്തെ ഇരിക്കാൻ തീരുമാനിച്ചു. അവർ പ്രക്ഷോഭത്തിലാണ്. ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുന്നു. ഇമ്രാൻഖാൻ ഏതായാലും ഗർജിക്കുന്ന സിംഹമായിട്ട് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. SKN സജി മാങ്കോട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ജെയിംസേ, കോർട്ടിലും മനസ്സിലും ഒന്നുമല്ല SKN പ്രായം, മുഖത്താണ് പ്രായം. പുട്ടി കഴുകി കളഞ്ഞ അപ്പം അറിയാം ആ പ്രായം. എൻ്റെ പൊന്ന് VP അണ്ണ എന്നാണ് പറയുന്നത്. പുട്ടി കഴുകല്ലേ. സജി മാങ്കോടാണ് ഇതിന്റെ കണ്ടുപിടുത്തക്കാരൻ. VP അവിടെ തന്നെ നിൽക്കണം. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായി.